എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കണ്ണൻ്റെ ഘടകരാധിയായിട്ടുള്ള ജസ്ന സലീമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജസ്ന സലീമിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കണ്ണനെ വിറ്റ് കാശാക്കുന്നു എന്ന് തന്നെ പറയാം അല്ലേ. ആദ്യമൊക്കെ കണ്ണൻ്റെ ഒരു നല്ല ഭക്തയായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത്. ആദ്യമായി ജസ്ന സലീം കണ്ണൻ്റെ ഒരു പടം വരയ്ക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളക്കരെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് ജസ്നാനെ. അന്യമതസ്ഥയായിട്ട് പോലും കണ്ണനെയും ഇത്രയും അധികം ആരാധനയോടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന് തന്നെയായിരുന്നു നമ്മൾ കൊടുത്ത ലേബൽ. പക്ഷെ അത് കണ്ണനെ വിറ്റ് കാശാക്കി മുതലാക്കി എന്ന് പറയാം അല്ലേ, അങ്ങനെ തന്നെ പറയാം. പിന്നീട് അത് ജസ്ന സലീം എന്ന ആദ്യത്തെ ഒരു വ്യക്തിനെ അല്ല നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. സ്വഭാവം സഹിതം മാറിപ്പോയി ജസ്ന സലീമിൻ്റെ. പുകഴ്ത്തിയ ആൾക്കാർ തന്നെ തിരിഞ്ഞു നിന്ന് കൊത്തി എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും മോശം പ്രവൃത്തികളും കാര്യങ്ങളാണ് ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കേരളക്കര പിന്നീട് ചാർത്തിക്കൊടുത്തൊരു പേരാണ് കണ്ണൻ്റെ കപടരാധ അല്ലെ കണ്ണനെ വിറ്റ് കാശാക്കുന്നവൾ എന്ന് പറഞ്ഞിട്ട്. ഒരിടയ്ക്ക് ജസ്ന സലീമും എന്താണ് പറയുന്നത്, തട്ടമൊക്കെ ഉപേക്ഷിച്ചു, ഇനി തനിക്ക് മതമില്ല എന്ന രീതിയിൽ ഒരു ഇൻ്റർവ്യൂസിലൂടെ രംഗത്ത് വന്നിരുന്നു. എന്നിട്ട് അതിനെതിരെ പിന്നെയും കുറേ വീഡിയോസ് ഇടുകയാണ്. ഞാൻ മതം എന്തിനു ഉപേക്ഷിച്ചു, തട്ടം എന്ത് ഉപേക്ഷിച്ചെന്ന് എന്നൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് അറിയേണ്ടത് ജസ്ന സലീം എന്തിന് തട്ടം ഉപേക്ഷിച്ചു? അത് തട്ടം ഉപേക്ഷിച്ചാലും ഉപേക്ഷിച്ചില്ലെങ്കിലും അതൊന്നും ആർക്കും തിരക്കാനും നേരമില്ല, ആർക്കും അറിയേണ്ട കാര്യവുമില്ല. പുള്ളിക്കാരി അത് വെച്ച് തന്നെ പിന്നെയും റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ജസ്ന സലീമിനെ ആരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യരുത്, അല്ലെങ്കിൽ തമ്പ് ലൈനിൽ മോശം കാര്യങ്ങൾ, ജസ്ന ചെയ്ത മോശം കാര്യങ്ങളൊന്നും വിളിച്ചു പറയരുത്. വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വെല്ലുവിളി, ഭീഷണി, കേസും കാര്യമായിട്ട് ജസ്ന രംഗത്ത് വരുന്നതായിരിക്കും. അതുമാത്രമല്ല കേട്ടോ, വ്യാജ പ്രചരണമാണ് പുള്ളിക്കാരുടെ മെയിൻ എന്ന് പറയാം. നമുക്ക് ജസ്ന സലീമും അതുപോലെ തന്നെ ഷാജിയൊക്കെ ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിനെതിരായി രംഗത്ത് വരിക, തെറി വിളിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മൾ നെഗറ്റീവായി ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരത് റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കും. പോസിറ്റീവായിട്ട് ചെയ്താലും വീഡിയോ ചെയ്യും. നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടും ഇല്ല. ജസ്ന സലീം എന്ന വ്യക്തിനെ ഒരു മനുഷ്യൻ പോലും പുകഴ്ത്തി പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. എല്ലാ റിയാക്ഷൻ വീഡിയോയിലും ഞാനിപ്പം അത്യാവശ്യം മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, തീരെ അതപ്പതിച്ച ഒരു വ്യക്തിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ജസ്ന സലീം എന്ന വ്യക്തിനെ. കാരണം അത്രയും ഒരു പുള്ളിക്കാരി ഇടുന്ന വീഡിയോസിലൂടെ തന്നെയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഇത്രയും അധികം നെഗറ്റീവ് വരുന്നത്. അവനവൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് എന്ന് ആദ്യമേ ചെക്ക് ചെയ്യാം. പിന്നെ ആൾക്കാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കണ്ണൻ്റെ ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറേ എനിക്ക് കൂടുതൽ ജസ്ന സലീം എന്ന വ്യക്തിനെ കുറിച്ച് പറയാൻ, ഞാൻ ഇതുവരെയും പുള്ളിക്കാരിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. തട്ടമിട്ട സമയത്തും പുള്ളിക്കാരി തട്ടമെല്ലാം ഉപേക്ഷിച്ചു, ഇനി മുസ്ലിം അല്ല എന്ന് പറഞ്ഞതിന് ശേഷം നോമ്പ് ആഘോഷിക്കാൻ പോയി. അത് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തു. ഞാനും ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ, കണ്ണനെ വിറ്റ് കാശാക്കിയാണെങ്കിലും പുള്ളിക്കാരി ജീവിക്കട്ടെ. കഴിഞ്ഞൊരു ദിവസം ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കടയിൽ, നല്ല രീതിയിൽ പോകുന്ന ഹോട്ടലിൽ ജസ്ന സലീം വരച്ച കണ്ണൻ്റെ പിക്ചർ വെച്ചതിന് ശേഷം എന്താണ് പറയേണ്ടത്, മൂഞ്ചിപ്പോയെന്ന് തന്നെയാണ് ആ ചേച്ചി വീഡിയോയിൽ പറയുന്നത്. കട അതോടുകൂടി അതപ്പതിച്ചു പോയെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല പറയുന്നത് 5000 രൂപയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ആ പടത്തിന് 5000 രൂപയുടെയൊക്കെ ഒരു ഇത് വർത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു 5000 രൂപയ്ക്ക് ഇച്ചിരി അധികം കൂടുതലാണ് കാശ്. സത്യം പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ശരിയാണ്, കണ്ണനെ വിറ്റ് തന്നെ കാശാക്കുകയാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ്. 5000 രൂപയൊന്നും ആ ചേച്ചി അതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, 5000 രൂപയുടെ ഒന്നും ആ പിക്ചറിൽ ഇല്ല. അപ്പം അവരുടെ ജാതിയിലുള്ളവർ തന്നെ നെഗറ്റീവ്സുമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ ഉള്ള പടങ്ങൾ വരയ്ക്കുമ്പോൾ നോമ്പ് നോറ്റ് അത്രയും ഭക്തിയോടുകൂടി വരയ്ക്കേണ്ടതാണ്. അവർക്കതൊന്നുമില്ല. നിങ്ങളല്ലാതെ ആരെങ്കിലും ഇവിടെ കയ്യിൽ നിന്നൊക്കെ പിക്ചർ മേടിച്ച് വെക്കുമോ? കട മുടിഞ്ഞു പോവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്. ഒരു മനുഷ്യൻ പോലും ആ പിക്ചറിനെ കുറിച്ച്, വരയ്ക്കുന്ന ആ പിക്ചറിനെ കുറിച്ച് പോലും നല്ലത് പറയുന്നില്ല എന്ന് ആലോചിക്കണം. അപ്പം അത്രയും ഒരിതാണ്. ആ ചേച്ചിക്കെതിരെ വെല്ലുവിളിയായിട്ട് ജസ്ന സലീം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ആരെന്ത് ചെയ്യുന്നെന്ന് നോക്കി യൂട്യൂബിൽ കാത്തിരിക്കുകയാണ് ജസ്ന രംഗത്ത് വരാൻ കേട്ടോ. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്ന സലീം ഒരു വ്യാജ പ്രചരണം നടത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അതിര് കടന്നു പോയെന്ന് പറയാം. ഒരു യൂട്യൂബർക്കെതിരെയാണ് വ്യാജ പ്രചരണം. കാരണം പുള്ളിക്കാരി ജസ്ന സലീം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നിരന്തരമായിട്ട് പല വീഡിയോസുകളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നു എന്ന് പറയാം. റിയാക്ഷൻ വീഡിയോസ് ജസ്ന സലീമിനെ കുറിച്ച് ചെയ്യുന്നു. ജസ്ന സലീം വീഡിയോ ഇട്ട റിയാക്ഷൻ വീഡിയോ ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യരുതെന്ന് യൂട്യൂബ് ആരെയും വിലക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അവരവരുടെ ചാനൽ അവരവർ എന്ത് സബ്ജക്റ്റ് യൂസ് ചെയ്യണമെന്ന് അവരവരുടെ ഇഷ്ടമാണ്. അപ്പം
വേറെ രീതിയിലുള്ള തമ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നു, മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുള്ള തമ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നു. അപ്പം അതെല്ലാം ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്നൊക്കെയാണ് ജസ്നയുടെ ആവശ്യം. പക്ഷെ ജസ്ന വ്യാജ പ്രചരണം നടത്തിയത് ഇച്ചിരി അധികമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ്, അതിനൊരു ഭാവിയുണ്ട്, അതിനൊരു കുടുംബമുണ്ട്, അതിന് മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. അപ്പം ആ കുടുംബക്കാരെ കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം. ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ ഇത്രയും അധികം ആൾക്കാർ ഇത് ഏറ്റെടുക്കത്തുമില്ല, മൈൻഡ് ചെയ്യത്തില്ല. കാരണം കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് അബോർഷൻ നടക്കാതൊന്നും വലിയ ഈ കാര്യമായിട്ടുള്ള കാര്യം. പക്ഷെ കല്യാണം കഴിക്കാത്തൊരു കുട്ടി പ്രഗ്നൻ്റ് ആവുകയും അവൾ അബോർഷൻ ചെയ്യാൻ പത്തനംതിട്ട എന്ന അവിടെ സ്വദേശം വിട്ട് കൊയിലാണ്ടിക്ക് വന്ന് ചെയ്തു. ജസ്ന സലീമിനെ കണ്ടു. അന്ന് മുതലാണ് ജസ്ന സലീമിനെതിരെ പുള്ളിക്കാരി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് ജസ്ന സലീം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത്. ഇത്രയും നാളും പുള്ളിക്കാരി എവിടെയായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വീഡിയോസ് ചെയ്തു, ഇപ്പോൾ വീഡിയോസ് ഇത്രയും ആയി കഴിഞ്ഞപ്പോഴാണോ പുള്ളിക്കാരിക്ക് ഈ കാര്യം പറയാൻ തോന്നിയത്? അന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി എന്തുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല? അപ്പം ഇത് വ്യാജ പ്രചരണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്മൃതി എന്ന കുട്ടീനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സ്മൃതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു യൂട്യൂബർ ആണെന്ന് തന്നെ പറയാം, അല്ലേ? നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, ആരെക്കുറിച്ചും ഒരു ഹാഷായിട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ തെറിയോ ഇവളുമാർ ചെയ്യുന്ന പോലെ മോശം ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയേ അല്ല സ്മൃതി. അതുപോലെ നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, അത്യാവശ്യം ആൾക്കാർക്ക് നല്ല രീതിയിൽ കൊടുക്കാറുമുണ്ട്. എങ്കിൽ പോലും മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. കാരണം നല്ല പക്വതയായിട്ടുള്ള സംസാരവും കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. നല്ല പക്വതയായിട്ട് 24-25 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്കെതിരെയാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. അബോർഷൻ ചെയ്യാൻ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ളൊരു വ്യാജ പ്രചരണമായി പോയി ജസ്ന സലീം ചെയ്തത്. ആരും ജസ്ന സലീമിന്റെ കൂടെ എന്നിട്ട് ആ കുട്ടീനെ അമ്മച്ചിന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കുട്ടീനെ അമ്മച്ചിന്ന് വിളിക്കുമ്പോൾ ഇവളെ എന്താണ് വിളിക്കേണ്ടത്? അതും കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അത്രയും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടീനെ അമ്മച്ചിന്ന് വിളിച്ചുകൊണ്ടാണ് ഇവൾ പുകഴ്ത്തുന്നത്. അപ്പൊ ആ പെൺകുട്ടി എന്നിട്ട് എന്താണ് വ്യാജ പ്രചരണം നടത്തി. ഏറ്റവും അവസാനം എന്താണ് പറയുന്നത്? ജസ്ന സലീം മൂഞ്ചിപ്പോയെന്ന് തന്നെ പറയും. ജസ്ന സലീം എന്തുകൊണ്ടും ആ പെൺകുട്ടി അതിനെതിരെ വന്നു. എന്നിട്ട് ഈ പെൺകുട്ടിക്ക്, ഈ ജസ്ന സലീം എന്ന വ്യക്തിക്ക് മെസ്സേജ് അയച്ചു, ആ വീഡിയോ റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും ഇടണം എന്ന് പറഞ്ഞു. അപ്പം ജസ്ന സലീമും തിരിച്ചു പറയുന്നുണ്ട്, നീ ചെയ്ത വീഡിയോസ് എല്ലാം ഏറ്റവും അവസാനം ആ കുട്ടി ഡിലീറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചപ്പോൾ പോലും ഈ പുള്ളിക്കാരി മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയോ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആ സ്മൃതി എന്ന കുട്ടിയാണെങ്കിലും പൊട്ടിത്തെറിക്കുന്ന വോയിസ് ഒക്കെ പൊട്ടിത്തെറിക്കുക മാത്രമല്ല, തെറി വിളിച്ചാൽ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കല്യാണം കഴിയാത്തൊരു കുട്ടീനെ അത്രയും, ആ കുട്ടിക്ക് ഒരു കുടുംബമുള്ളതാണ്, ഭാവിയുള്ളതാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇത്രയും മോശം തരം താഴ്ന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുകയാണ് ചെയ്തത്. കുട്ടി സൈബർ സെല്ലിൽ കേസ് കൊടുക്കുകയും ലാസ്റ്റ് ജസ്ന സലീം വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വരികയും ചെയ്തു. അപ്പം ഇത്രയും പേടിയുള്ള ഒരാൾ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കരുത്. പക്ഷേ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഏതായാലും വളരെ മോശമായി പോയെന്നാണ് പറയുന്നത്. കാരണം സ്മൃതി എന്ന കുട്ടി, സ്മൃതി എന്നല്ല ഏത് കുട്ടികളാണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വ്യാജ പ്രചരണവും കാര്യങ്ങളും അല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി വീഡിയോ എടുത്തതിട്ടില്ല? അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം ആ കുട്ടി വീഡിയോ ചെയ്യുന്നതിൽ ഇവക്ക് ഭ്രാന്ത് മൂത്തിട്ട് ഇവള് കാണിച്ചു കൂട്ടിയതാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പുള്ളിക്കാരനെ കുറിച്ച് മോശം ആരും പറയരുത്, എല്ലാവരും നല്ലത് മാത്രം പറയണമെന്ന്. അത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ല. നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവ് തന്നെ പറയും. പ്രത്യേകിച്ച് മലയാളികളാണ് ആൾക്കാർ എന്ന് കരുതിക്കണം കേട്ടോ. ഏതായാലും നമുക്ക് ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞ ജസ്ന സലീമിന്റെ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം. ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബർ. അപ്പോൾ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ ചേച്ചി ഒരു യൂട്യൂബറാണ്, ഞാനതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് കേട്ടിട്ട് എന്താണ് തോന്നിയത്? ജസ്ന സലീം ചെയ്തത് ഇച്ചിരി അധികം അതിര് കടന്നു പോയില്ല. അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ കുറിച്ച് ഇത്രയും അവരുടെ ലൈഫിലെ ഏറ്റവും ബാധിക്കുന്ന ഒരു മോശം സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരി നടത്തിയിരിക്കുന്നത്. ഏറ്റവും അധികം മോശമായി പോയി. ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ജസ്ന സലീം എന്ന വ്യക്തി ഒരു കുടുംബമായി ജീവിക്കുന്നതാണ്. ആ കുടുംബത്തെ സത്യം പറഞ്ഞാൽ കുടുംബമായി ജീവിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലൂടെ കാണുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് മറ്റൊരു കുടുംബത്തെക്കുറിച്ചോ ഒരു പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നും
ഉണ്ടായെന്ന് വരില്ല. അത് നമ്മൾ ഊഹിക്കാവുന്നതേ നമുക്കുള്ളൂ. കാരണം ജസ്ന സലീം എന്നൊരു വ്യക്തി അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ ജീവിതം എങ്ങനെയായാലും പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിച്ചിരി അതിരി കടന്നു പോയി എന്ന് തന്നെ പറയാം. പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ്. പക്ഷേ യൂട്യൂബിലെ വീഡിയോ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ സ്മൃതി ദേഷ്യപ്പെടുന്ന കുറച്ച് വോയിസ് റെക്കോർഡും കാര്യങ്ങളും കൂടി പുള്ളിക്കാരി ആഡ് ചെയ്ത് വലിയ ആളാവാൻ നോക്കിയിട്ടുണ്ട്. ഏതായാലും അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ബൈ ദ ബൈ കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ BJP-യിലും കൊടുക്കും, കോൺഗ്രസിലും കൊടുക്കും, എല്ലായിടത്തും കേസ് കൊടുക്കും. എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു, ഇതുപോലെ വീഡിയോ ഇട്ടു. ഈ വോയിസ് റെക്കോർഡ് വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വിചാരം ഉണ്ടായിരിക്കും, പുള്ളിക്കാരിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, സ്മൃതിനെ കുറ്റം പറയാൻ പോകും, സ്മൃതി ദേഷ്യപ്പെട്ട് സംസാരിക്കും. പക്ഷേ സ്മൃതി ദേഷ്യപ്പെട്ട് അങ്ങനെയല്ല സംസാരിക്കേണ്ടത്, നല്ല തെറി തന്നെയായിരുന്നു പറയേണ്ടത്. കാരണം കല്യാണം കഴിയാത്ത ഒരു കുട്ടീനെ കുറിച്ച് അത്രയും മോശമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്മൃതിനെ കുറിച്ച് നടത്തിയിരുന്നത്. അപ്പോൾ സ്മൃതി തെറി പറഞ്ഞാൽ പോലും ആൾക്കാർ സ്മൃതിനെ സപ്പോർട്ട് ചെയ്യുകയേ ചെയ്യുള്ളൂ. ജസ്ന സലീമെ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയണം. അല്ലാതെ നമ്മൾ ജസ്ന സലീം എന്ന വ്യക്തിനെ നമ്മൾ മോശമായി, ഞാനൊരു വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിൽ പോലും തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും. അതിന് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല. ഏതായാലും നമ്മുടെ സ്മൃതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്മൃതിയുടെ നമ്മളൊരു ആക്റ്റീവായിട്ട് ഇതിലും ആക്റ്റീവാണ്. പക്ഷേ പുള്ളിക്കാരുടെ മുഖത്ത് നല്ല രീതിയിൽ ഒരു വിഷമം ഉണ്ട് എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ പറയുന്ന വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ തംബ്ലൈന് മാറ്റിക്കും, ഞാനിത് റിമൂവ് ചെയ്യും. അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞതുകൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു, നോ പ്രോബ്ലം. ഇനി കംപ്ലൈൻറ്റ് ഇനിയിപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, എനിക്കൊരു വിഷയവുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല, ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് CI സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ്. അല്ലാതെ എനിക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചെന്നില്ലേ, മോൻ പോലും പരാതി കൊടുത്തു. അതിൽ ഈ സ്മിതയുടെ പേരുണ്ട്, ശ്രദ്ധിച്ചു ഞാൻ വേണേ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് CI പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ പറ്റി പറയുന്നുണ്ട് നിങ്ങളും തിരിച്ചു പറയൂ, വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല, എനിക്കിതേ ഓരോ ഓപ്ഷനുള്ളൂ. അപ്പൊ ഇല്ലാ വചനം പറയുമ്പോഴുള്ള വിഷമം. എനിക്ക് ഒരു കൊടവയറുണ്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു. അപ്പൊ വിവാഹം കഴിക്കാത്ത ആ കൊച്ചി, ഞാൻ അവളുടെ പേരോ കാര്യങ്ങളോ പറയുന്നില്ലല്ലോ, അത് സംബന്ധിച്ച് അവിടെ പോയി, അത് ആരും എന്തെന്നൊന്നും പറയുന്നില്ലല്ലോ. കേട്ടല്ലോ, വ്യാജ എന്താണല്ലേ പുള്ളിക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതാണ്ട് സ്മൃതി ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലെയുള്ള വ്യാജ പ്രചരണവും കാര്യവും വന്നിട്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇതൊക്കെ നോക്കിക്കല്ലേ പുള്ളിക്കാരി. ഇനി ആർക്കെതിരെയാണോ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കെതിരെ വരുമോ, ഞാൻ അത്രയ്ക്കൊന്നും മോശപ്പെട്ടു എങ്കിലും വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല, പുള്ളിക്കാരുടെ സ്വഭാവമല്ലേ. എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം സ്മൃതിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നതാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് അധികമാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വീഡിയോസ് ചെയ്യാതെ ഇരിക്കുക ആയിരുന്നു. അപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ള ന്യായം ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ഒരു മനുഷ്യനെയും ജസ്ന സലീമിനെ നമ്മൾ കുറ്റം പറയുന്നു, നമ്മൾ ജസ്ന സലീം ചെയ്ത് വെച്ചിട്ടാണ് ആൾക്കാർ കുറ്റം പറയുന്നത്, ചുമ്മാതെ ആൾക്കാർ ആരും കുറ്റം പറയുന്നില്ലല്ലോ, കുറ്റം ചെയ്തിട്ടാണ് കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ജസ്ന സലീം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു കുടുംബമുണ്ട് എന്ന്, മറ്റുള്ളവർക്കും കുടുംബമുണ്ടെന്ന് ചിന്തിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.